ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുരാതനമായ ഒരു മോസ്കാണ് മസ്ജിദ് ഇ ജഹാൻ നുമ. ജുമാ മസ്ജിദ്, ജാമി മസ്ജിദ്, ജാമിയ മസ്ജിദ് എന്നിങ്ങനെയും പൊതുവെ അറിയപ്പെടുന്നു. 1644-56 കാലയളവിൽ മുഗൾ രാജാവ് ഷാജഹാനാണ് ഈ പള്ളി പണിതീർത്തത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാണ് ഇത്. ഹിന്ദു, ജൈന വാസ്തുവിദ്യകൾ ചേർന്ന ഒരു വിദ്യയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച പള്ളികളിൽ ഏറ്റവും മികച്ച വാസ്തുവിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദിലാണ്. ഏറ്റവും മികച്ച നിലവാരമുള്ള മാർബിളുകളും ചുണ്ണാമ്പുകല്ലുകളും ഉപയോഗിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. 3 വലിയ ഗേറ്റുകളും 4 ടവറുകളും 40 മീറ്റർ ഉയരമുള്ള മിനാരങ്ങളും ചേരുമ്പോൾ ജുമാ മസ്ജിദ് ഏറ്റവും മികച്ച കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഉൾഭാഗത്ത് 408 ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള ഹാളിൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. പ്രാർത്ഥനാ ഹാളിന് 80 മീറ്റർ നീളവും 90 മീറ്റർ വീതിയുമാണ് ഉള്ളത്. ഇതാണ് ജുമാ മസ്ജിദിലെ അബ്ലൂഷൻ ഏരിയ, അതായത് ഉളു എടുക്കുന്ന സ്ഥലം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ നിന്നും ഉളു എടുത്തതിന് ശേഷമാണ് വിശ്വാസികൾ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുക. 10 വർഷത്തിലേറെ നീണ്ടുനിന്ന മസ്ജിദിന്റെ നിർമ്മാണത്തിന് 5000-ഓളം തൊഴിലാളികളാണ് പണിയെടുത്തത് എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ചെലവായത് എന്നറിയപ്പെടുന്നു. മസ്ജിദിന്റെ നിർമ്മാണത്തിലൂടെ ലോകത്തിന്റെ ഐക്യമാണ് ഷാജഹാൻ ലക്ഷ്യം വെച്ചത് എന്നാണ് പറയപ്പെടുന്നത്. തുടക്കകാലത്ത് മസ്ജിദ് ഇ ജഹാൻ നുമ എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം ലോകത്തെ പ്രതിഫലിക്കുന്ന മസ്ജിദ് എന്നാണ്. ഷാജഹാന്റെ ക്ഷണം സ്വീകരിച്ച് ഉസ്ബെക്കിസ്ഥാൻ ഇമാമായ സയ്യിദ് അബ്ദുൽ ഗഫൂർ ഷാ ബുഖാരി 1656 ജൂലൈ 23 ആണ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച സ്മാരകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതു കൂടിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മുഗളന്മാരുടെ അവരുടെ അവസാന കാലഘട്ടം വരെ അവരുടെ പ്രധാന മസ്ജിദായിരുന്നു ഇത്. ജുമാ മസ്ജിദിൽ നിന്നും 600 മീറ്റർ മാറിയാണ് ചെങ്കോട്ട, അതായത് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചതും ഷാജഹാൻ ചക്രവർത്തിയാണ്. ഡൽഹിയിൽ നിന്നും മെട്രോ വഴി വരികയാണെങ്കിൽ ഡൽഹി വയലറ്റ് ലൈൻ മെട്രോയുടെ ജുമാ മസ്ജിദ് സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങി 300 മീറ്റർ നടന്നാൽ മസ്ജിദിലെത്താം. വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കരിക്കുന്നതിന് വിശ്വാസികൾക്ക് പ്രത്യേകം കെട്ടിയ ടെന്റുകളുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടി മാത്രമേ ഇതിവിടെ കെട്ടാറുള്ളൂ.
എല്ലാത്തരം മതവിശ്വാസികൾക്കും മസ്ജിദിനകത്തേക്ക് പ്രവേശിച്ച് കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.